ഹലോ ഗായ്സ്, അജു പോപ്പ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈവനിങ് ചായ കുടിക്കാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കടയിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാ ഇവിടെ തന്നെയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കവാനിജി, ദുബായ് കവാനിജി 2 എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത്. ഫുള്ള് ഇൻഡസ്ട്രി ഏരിയ ആണ്. ഫുള്ള് ക്യാമ്പും കാര്യങ്ങളും ഈ കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ടീമിൻ്റെ താമസിക്കുന്ന കാര്യങ്ങളും എല്ലാം ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൻ്റെ അടുത്താണ് ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാനായിട്ട് വന്നത്. നമ്മളെ റൂം ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്കാണ് നമ്മളെ റൂമും. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കൊക്കെ ചായ കുടിക്കാനും ഇതാക്കാനും ഒന്നുകൂടെ കാണാൻ എല്ലാം കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളിതാ പോവാണ്. ഇപ്പം വൈകുന്നേരം ഫുള്ള് ഇപ്പം പണിയും കഴിഞ്ഞ് റെസ്റ്റിന് വന്നു കഴിഞ്ഞാൽ ഫുള്ള് ടീം ഓരോരു ആപ്പറൻസ് കവർ ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഫുള്ള് ക്യാമ്പ് ഏരിയ അല്ലേ. ക്യാമ്പ് ഏരിയ ഓല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ട് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ക്ഷീണം ഇതൊക്കെ മാറ്റാനും വേണ്ടിയിട്ട് പിടിക്കാനൊക്കെ എന്താക്കൂ രണ്ടെണ്ണം അടിക്കാനും ഫുള്ള് അല്ലല്ല, ഇത് ഫുള്ള് നോർത്ത് ഇന്ത്യൻസ് UP, ബീഹാർ. ഇതൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുമോ സാധനം? ഇവിടെ സാധനങ്ങളൊക്കെ സുലഭമായിട്ട്. ഇതിപ്പോൾ ഒരു ഈവനിങ് ടൈമാണ്. ഭയങ്കര ഒരു രസമാണ് ഇവിടെ കാണാൻ തന്നെ. അത് ഇപ്പോൾ ആ ലൈന് കാണുന്നതിൻ്റെ തൊട്ടപ്പുറം ഷാർജയാണ് വരിക. ഷാർജ ഫുള്ള് കൺസ്ട്രക്ഷൻ കമ്പനികൾ തന്നെ ഫുള്ള് ഓലെ വണ്ടികളും കാര്യങ്ങളും. ചായ കുടിക്കാൻ ഫുള്ള് ടീം പണിയും കഴിഞ്ഞ് വന്നതാണ്. പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ഫുള്ള് തിരക്കും കാര്യമാണ് ഇവിടെ മൊത്തം. ഇതാണ് നമ്മളെ കമ്പനിക്കാരൻ്റെ ചായപ്പീടിയ. നമ്മളെ ദോസ്തുണ്ടോ? ദോസ്തുണ്ട് ഇവിടെ. ഇതാണ് എണ്ണക്കടിയും കാര്യങ്ങളും. അതിൽ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ട് സോഡ, വെള്ളം, അത് കാര്യങ്ങളൊക്കെ. 2 ചായ ഇട്ടേക്കാം. ഫുള്ള് ചായ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് തിരക്കാണ്. നമ്മളെ വയനാട്ടാറിനത് ചായ പെട്ടെന്ന് എന്നാ വണ്ടി കണക്ക് കടികൾ കണക്ക് പഴംപൊരി ഉണ്ട്, ചിക്കൻ റോളുണ്ട്, പരിപ്പുവട ഉണ്ട്. പഴംപൊരി 2 പഴംപൊരി തൊട്ടാ. ഇതിൽ പാട്ടേരില്ല. ഇപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ചായപ്പീടിയിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ ഒരു തിരക്കാണ് ചായപ്പീടിയിൽ. ചായ കിട്ടാൻ തന്നെ ഒരു 10 മിനിറ്റൊക്കെ കാത്തു നിൽക്കുക ഞങ്ങൾ. നല്ല പഴംപൊരി ചായ ഉണ്ട്. മൊത്തം എന്താ പറയുക, ഒരു വൈബ് ക്രിയേറ്റ് ചെയ്യാം. വൈബല്ലേ നമ്മള് നാട്ടിലായാലും ഇവിടെ ആയാലും നമുക്ക് ഒരു ഫുള്ള് വൈബ് തന്നെയാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ഇത് ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര വൈബ് എന്ന് വെച്ചാൽ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ടാണ്. ഇത്ര ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ഫീലിങ്സ് അല്ലേ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലേബർ ക്യാമ്പാണ്. ലേബർ ക്യാമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ പണിക്ക് 5 മണിക്ക് പണിക്ക് പോയി കഴിഞ്ഞാൽ ഈവനിങ് 5 o'clock ആകുമ്പോഴത്തേക്ക് എന്താവും, എല്ലാവരും ഇവിടെ എത്തും. പണിയും കഴിഞ്ഞ് ഇവിടെ എത്തും, റൂമിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഇവിടെ എന്താക്കുക ചെയ്യുക, ഫുള്ള് വർത്താനം പറഞ്ഞിട്ട് ഓലെ ഒരു എൻജോയ്മെൻറ്റ് ലൈഫ്. അത് പിന്നെ ഇവിടെ എന്താക്കും, നമ്മൾ നാട്ടിൽ വിട്ടുപോയാലും നാട്ടിലെ വൈബ് നമ്മൾ തിരിച്ചിവിടെ പിടിക്കാന്ന് പറഞ്ഞിട്ടില്ല. സത്യം. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൽ കൂടെ കയറിയിട്ടൊന്നല്ല, നമുക്ക് ഈ മാർക്കറ്റിൽ കൂടി കയറാം. അത്യാവശ്യം റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുന്നത് എന്താ പറയുക, സൂപ്പർ മാർക്കറ്റാണിത്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ചായ കുടിച്ചിട്ട് ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാലാണ് ഇപ്പോൾ നമ്മളൊരു ബിരിയാണീൻ്റെ വണ്ടീൻ്റെ കട കാണുന്നത്. വീഡിയോ
അപ്പോൾ ബിരിയാണീൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അപ്പോൾ ബിരിയാണിക്ക് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഇവിടുത്തെ 5 റുപ്യ വരിക, അത് ഒരാൾക്കാണ് കഴിക്കാൻ പറ്റുക. പിന്നെ രണ്ടാൾക്ക് കഴിക്കാൻ പറ്റുന്നതിന് 15 റുപ്യാണ് വരുന്നത്, 15 ദിർഹംസ്. അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നത് 5 ദിർഹംസും. അത് ലാഭമാണ്, നല്ലൊരു പീസ് ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്താ പറയുക, ഒരാൾക്ക് വെർത്താണ് സാധനം. യെസ്, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കാട്ടി നല്ല ടേസ്റ്റും ഉണ്ടാവും, കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള ബിരിയാണി. എന്താ വെച്ചാൽ നമ്മളെ സാധാരണ ബിരിയാണി എന്ന് വെച്ചാൽ മസാല, ഇതല്ല. ഇത് പാകിസ്ഥാനി ബിരിയാണി അല്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്ബൂസ് എന്ന് പറയും, മജ്ബൂസ് ബിരിയാണി. പാകിസ്ഥാനി ബിരിയാണി ഉണ്ട് വിലയിരുത്ത്, പക്ഷെ ഓരോ ദിവസം ഓരോ വെറൈറ്റിയാണ് കൊണ്ടുവരിക. അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് രാത്രി ഫുഡിലുള്ളതുകൊണ്ട് നമ്മൾ മേടിക്കുന്നില്ല. എന്താ വെച്ചാൽ നമുക്ക് കമ്പനിയിൽ നിന്ന് ഫുഡ് വരും, അപ്പോൾ ആ ഫുഡ് നമ്മൾ കഴിക്കുന്നതാണ്. നമുക്ക് കമ്പനിയിൽ എന്താ പറയുക, അത്യാവശ്യം മോശമില്ലാത്ത ഫുഡൊക്കെ ആവുന്നേരം നമ്മൾ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളെ കമ്പനി തരുന്നതുകൊണ്ട് പിന്നെ എന്താണ് നമുക്ക് ഇങ്ങനത്തെ ഒന്നും ആശ്രയിക്കേണ്ട കാര്യം ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ, അപ്പോൾ നമ്മൾ ചെറിയൊരു ഈവനിങ് കാര്യങ്ങളും അന്നേരമാണ് നമ്മൾ ബിരിയാണീൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഗൈസ്. അപ്പോൾ നമ്മളെല്ലാവരും എന്താക്കണം, സപ്പോർട്ട് ചെയ്യണോ, നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണോ, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണോ, കമൻറ്റ് ചെയ്യണോ, എല്ലാവർക്കും ഷെയർ ചെയ്യണോ, എല്ലാവരും അങ്ങ് സപ്പോർട്ടാക്കി പിടിക്കുക നമ്മളാ, അല്ലേ ഷാറൂഖ്? നമ്മളെല്ലാവരും കൂടി അങ്ങ് സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളതൊന്ന് എന്താക്കിയ ഉഷാറാക്ക്. ഓക്കെ, ദുബായ് മൊത്തം കാണിച്ചല്ലേ? ദുബായ് മൊത്തം നമ്മൾ കാണിച്ചു തരും ഇൻഷാ അല്ലാ. അതിനുള്ള സമയങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻഷാ അല്ലാ. നമ്മളെ ഒരാളിപ്പോൾ നാട്ടിലുള്ള മൂപ്പരാളും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് സെറ്റായിട്ട് ഓരോ സ്ഥലം നമ്മൾ ദുബായിൽ എവിടേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ പോയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മൊത്തം നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, ബൈ, സി യു, ബൈ ബൈ.